കുന്നമംഗലത്തെ LDF സ്ഥാനാർത്ഥി PT റഹീമാണ് നമ്മോടൊപ്പം ഉള്ളത്. തുടർച്ചയായി 3 തവണ വിജയിച്ചു, 4ാം തവണ നേരുകയാണ്. പല സ്ഥലത്തും സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് മാറി വന്നു. എന്താണ് ഈ വിജയത്തിൻ്റെ രഹസ്യം? രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗീയതകൾക്കും അതീതമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഞാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ എന്നെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം വികസന പ്രവർത്തനങ്ങളായാലും എന്താണ് ഒരു പ്രദേശത്തിന് ഒരു നാട്ടിന് ആവശ്യം എന്നുള്ളത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ചാണ് എൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പം ആദ്യത്തെ നമ്മളൊരു ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളും ആവശ്യമായ കെട്ടിടമുണ്ടാക്കുകയാണ്. അത് ഏകദേശം പൂർത്തിയായി. നമ്മുടെ കോളേജിൻ്റെ കാര്യം അങ്ങനെ തന്നെ, നമ്മുടെ ആശുപത്രിയുടെ കാര്യം അങ്ങനെ തന്നെ. എല്ലാ റോഡുകളും BMBC ചെയ്യുക, PWDയുടെ എന്നുള്ള ഒരു സർക്കാരിൻ്റെ ലക്ഷ്യം 90% ഈ നിയോജകമണ്ഡലത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എന്നോടൊരു എതിർപ്പ് ഉണ്ടാവേണ്ട കാര്യമില്ല. അതുതന്നെയാണ് എൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. 4ാം തവണ ജനങ്ങൾ നേടുമ്പോൾ കഴിഞ്ഞ തവണത്തെ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഈ പറഞ്ഞ പിന്നെ പൊതുവായ വികസനങ്ങൾക്ക് അപ്പുറം തന്നെ കുന്നമംഗലം നടത്തത്തിൽ എന്തൊക്കെയാണ് നമ്മൾ? കുന്നമംഗലത്തെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഒരുപാട് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂളുകൾ കെട്ടിടമില്ലാത്ത പ്രശ്നം, ഇതൊക്കെ നമ്മൾ പരിഹരിച്ചു. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു നിയോജകമണ്ഡലം കുന്നമംഗലം. ഇതുപോലെ വേറൊരു സ്ഥലത്തുമില്ല. CWRDM, അതുപോലെ തന്നെ IIM, സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ. അതൊന്നും ബഹുജനങ്ങളുമായി വലിയ ബന്ധമില്ലാതെ കിടക്കുന്ന സ്ഥാപനങ്ങൾ. അവിടെയൊക്കെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി. സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ നമ്മളതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് തുടങ്ങി. ഇനിയിപ്പോൾ അവിടെ കുട്ടികൾക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ വലിയൊരു ഹോസ്റ്റൽ കെട്ടിടം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് കുറേ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ കൂടി നമ്മൾക്ക് ആരംഭിക്കാൻ സാധിക്കും. ഇതുപോലെ എവിടെയെല്ലാം, അതുപോലെ തന്നെ CWRDM, എല്ലായിടങ്ങളും നമ്മൾ ഇടപെടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശൈലി എന്ന് പറയുന്നത്. എവിടെയൊക്കെ ചാൻസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, അതൊക്കെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ശൈലി. വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ പലപ്പോഴും മറ്റു പല പഞ്ചായത്തുകളിലും എന്തെങ്കിലും ചെറിയ കുറവുണ്ടെങ്കിൽ പോലും ഒളവണ്ണ പലപ്പോഴും LDFൻ്റെ ശക്തി തുറക്കമായി നിൽക്കാറുണ്ട്. ഇത്തവണയും ആ ഒരു രഹസ്യം തന്നെയാണോ ശരിക്കും? അല്ലല്ലോ, ഞാൻ കുന്നമംഗലം പഞ്ചായത്തിൽ ഞാൻ ആദ്യം മത്സരിച്ചപ്പം 4000 വോട്ട് കുറവായിരുന്നു. അത് പിന്നീട് കുറഞ്ഞ് 2000 കഴിഞ്ഞതിന് 400 ഉള്ളൂ. അപ്പോൾ അത് കുളവണ്ണ പഞ്ചായത്ത് മാത്രമല്ല, എല്ലാ പഞ്ചായത്തുകളിലും ആ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 3 പ്രാവശ്യം എനിക്ക് ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഒളവണ്ണ മാത്രമല്ല, എല്ലാ പഞ്ചായത്തിലും വോട്ടുകൾ കുറയും, പിന്നെ ഭൂരിപക്ഷം കൂടുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട് LDFന്. അത് ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എൻ്റയർലി ഡിഫറൻ്റാണ്. അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. തീർച്ചയായും വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ 4ാം തവണയും ജനവിധി തേടുകയാണ്. വിജയം ഉറപ്പെന്ന് തന്നെയാണ് PT റഹീം പറഞ്ഞു വയ്ക്കുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.